ഷക്കീലെ പോലെ റോൾ ഇട്ട് ചേച്ചി ചെയ്യോ? അടിച്ച് മോതകുറ്റി പൊളിക്കാൻ ഞാൻ ആൾക്കാരോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ നീ അറിയുന്ന പ്രതീക്ഷിച്ചു പോട്ടെ. ഞാൻ ടിഷ്യൂ ഒന്ന് എടുത്തു തരാം. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ചേച്ചി ഇതുപോലെ ചേച്ചിയുടെ ഒരു പഴയ സിനിമ പുലിവാൽ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയില് ചേച്ചി അഭിനയിച്ച റോൾ ഉണ്ടായിരുന്നല്ലോ, സലീം കുമാറിന്റെ പാർട്ണറായിട്ട് ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു ഡബിൾ മീനിങ്ങിൽ ഒരു കാര്യം പറയുന്നുണ്ട്, കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. മുഖം കണ്ടാൽ അറിയാം എന്തും വാരിക്കോരി കൊടുക്കുന്ന ആളാണെന്ന് ഒരു ഡബിൾ മീനിങ്ങിലെ കാര്യമാണ്. അപ്പൊ ആ വേഷം അറിഞ്ഞുകൊണ്ട് എന്നെ ചേച്ചി എടുത്തതാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതുപോലുള്ള കുരിഷ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ? എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. സിനിമ എന്ന് പറയുന്നത് അഭിനയമല്ലേ? എത്ര ആൾക്കാർ എന്തൊക്കെ റോൾ അഭിനയിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോകുന്നു, അഭിനയിക്കുന്നു, എന്റെ ജോലി ചെയ്യുന്നു, ഞാൻ പോരുന്നു. പിന്നെ അതിനകത്ത് മീനിങ് നോക്കി ഇന്റർവ്യൂ എന്നാ പിന്നെ മിണ്ടരുതല്ലോ നമ്മള്. നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ തന്നെ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളൂ? മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. ചേച്ചി ഒരു കുടുംബിനി എന്ന നിലയിൽ നല്ല നാടനായിട്ട് അല്ലെങ്കിൽ കുടുംബമായിട്ട് നല്ല രീതിക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ചേച്ചി അങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഡബിൾ മീനിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോള് ചെയ്യുമ്പോൾ ആ ചേച്ചിക്ക് ഇതുമായിട്ട് യോജിപ്പ് ചെയ്യാൻ പറ്റുമോ? അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ഇതിന് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഒരു പയ്യന് ഒരു നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിച്ച് മോതകുറ്റി പൊളിക്കാൻ പോയതാണ് ഞാൻ. കാരണം എനിക്ക് ഈ മാതിരി നിങ്ങളിലൊക്കെ കാണുന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഒരു കുറച്ച് നല്ല ഇന്റർവ്യൂ ആണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മളൊക്കെ വന്നിരിക്കുക. നിങ്ങൾ ഈ റീച്ച് കിട്ടാൻ എന്തിനു വേണ്ടി മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. അതിനിടയ്ക്ക് ഈ അഭിനയിക്കുന്ന റോൾ ഇന്റർമീനിങ്ങിൽ ഞാൻ യഥാർത്ഥ്യമാണോ, ഞാൻ കുലസ്ത്രീയാണോ, കുടുംബിനിയാണോ, ഇതൊന്നും അല്ല നമ്മൾക്ക് വേണ്ടത്. നമുക്കല്ലാതെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത് ചോദിച്ചോണ്ട് മോക്ക് വല്ല സുഖം കിട്ടുന്നുണ്ട്. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്താ റിയൽ ചോദ്യം? എടോ അഭിനയം ഞാൻ ഇവിടെ താൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, താൻ വീട്ടിൽ പോയി ദിവസം ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണോ? ആൾക്കാരോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കണേ? അല്ല, അപ്പൊ അത്രേ ഉള്ളൂ. എടോ ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. അപ്പൊ അഭിനയിക്കാൻ ഏത് റോൾ കിട്ടിയാലും പിന്നെ എന്റെ ജോലി അഭിനയല്ലേ? പിന്നെ അതേപോലെ ഷക്കീൽ അവരൊക്കെ അഭിനയിക്കുന്ന റോൾ റോൾ കിട്ടിയാ ചേച്ചി ചെയ്യോ? അത് എന്റെ ഇഷ്ടമല്ലേ? ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എനിക്ക് അങ്ങനത്തെ റോള് കിട്ടി അഭിനയിക്കേണ്ട രീതി ചിലപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ ആ നല്ല റോള് വേറെ ഞാൻ ചെയ്തിരിക്കും. എന്റെ ജോലി അഭിനയം. ചേച്ചിയുടെ കുടുംബിനി പോവില്ലേ? എവിടെ പോണു? അത് മനസ്സിലാക്കാൻ വിവരമുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ, ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും വൃത്തികേടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ എഴുന്നേറ്റ് പോയില്ലേ? കേട്ടോണ്ടിരിക്കോ? ഒരാൾ ഇവിടെ വന്നിരുന്ന് ഇന്റർവ്യൂവിന് ഒരാണ് വന്നിരിക്കുക, ഞാൻ തിരിച്ചു ചോദിക്കുക, ഒരാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ആണ് മോശമായിട്ട് നിന്റെ മോത്തോക്കി മോളുടെ മോത്തേക്ക് വല്ലതും കാണിച്ച് എന്ത് ചെയ്യും? അതല്ല ഉദ്ദേശം, അപ്പൊ പഞ്ചവർണ്ണം, ഞാൻ ആ ഒരു പഞ്ചവർണ്ണം എന്നുള്ള ക്യാരക്ടർ തിളക്കത്തിൽ ചെയ്തിട്ടുണ്ട്, മുണ്ടും ബ്ലൗസ് ഇട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഓവറായിട്ട് വൾഗറായിട്ട് ആ ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടെ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല. ഓക്കെ ബൈ. പോയിട്ട് വരാം.